എല്ലാവർക്കും നമസ്കാരം. പോത്തൻ സിസോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ദിൽകുഷാണ്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടിൽ. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ 1 കപ്പ് പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇളം ചൂടുള്ള പാലാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറു ചൂടേ ആകാവുള്ളൂ. ഒത്തിരി ചൂടിട്ട് കഴിഞ്ഞാൽ ഈസ്റ്റ് ആക്ടിവേറ്റ് ആവത്തില്ല. 10 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമുക്ക് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. 2 കപ്പ് മൈദമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഞാനിപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഓപ്ഷനാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. മിക്സ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബട്ടർ ആണെങ്കിൽ ബട്ടർ വേണേലും ഉപയോഗിക്കാം. നന്നായിട്ട് ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അര കപ്പ് പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് തികയാതെ വരുമ്പോഴേക്കും നമ്മൾ ചെറു ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ പിന്നെ പാലോ ഏതെങ്കിലും ഉപയോഗിച്ചാൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. ഞാനൊരു 1/4 കപ്പ് പാലും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം മൊത്തം 3/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുഴച്ചെടുക്കാം. 5 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യം വളരെ ഒരു സ്റ്റിക്കി ആയിട്ട് തോന്നും, കയ്യിലൊക്കെ ഒട്ടി പിടിക്കും. അത് കുറച്ച് കുഴച്ച് കഴിയുമ്പോഴേക്കും ശരിയായിക്കോളും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഈ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. മാവ് പൊങ്ങി വരുമ്പോഴേക്കും പാത്രത്തിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ മാവിൻ്റെ മുകളിലും കൂടെ കുറച്ച് കൊടുക്കാം. ഇനി ഇതൊരു ടവൽ കൊണ്ട് പൊതിഞ്ഞ് നമുക്ക് വെക്കാം. 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വരും. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു സ്റ്റഫിംഗ് ആണ് വേണ്ടത്. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ബേക്കറിയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന സ്റ്റഫിങ്ങിൽ അവർ വെക്കുന്നത് ബ്രെഡാണ് വെക്കുന്നത്. നമുക്കിതിലേക്ക് തേങ്ങയുടെ മിക്സ് തന്നെയും വെക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് 2 കഷ്ണം ബ്രെഡും കൂടെ ചേർക്കുന്നുണ്ട്. വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറിയ പീസാക്കി ഈ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായ മധുരത്തിന് ഒരു 1/4 കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു 4 ഏലക്കയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. പഞ്ചസാര പൊടിച്ചതും കൂടെ എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾ ഈ സമയത്ത് ഒന്ന് കഴിച്ച് നോക്കുക. നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടെ വേണമെന്നുള്ളവർ കുറച്ച് ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 കളർ ടൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. യെല്ലോയും ഗ്രീനും റെഡും. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ കുറച്ച് ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്. ഇതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. 2 ഭാഗങ്ങളായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് വേണം പരത്തി വെക്കാനായിട്ട്. ഇത് ഞാനിപ്പം സ്റ്റൗവിലാണ് ബേക്ക് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അതിലേക്ക് വെക്കുന്ന ഒരു സ്റ്റീൽ പാത്രത്തിലാണ്. പാത്രം എടുത്ത് വെക്കാം. ഈ പ്ലേറ്റിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കാം. നന്നായിട്ട് എണ്ണ തടവി കൊടുക്കുക. ഇനി നമ്മൾ പരത്തുമ്പോഴേക്കും ഈ പാത്രത്തിന്റെ വലുപ്പത്തിന് വേണം പരത്തിയെടുക്കാനായിട്ട്. താഴത്തതിനേക്കാൾ കുറച്ചും കൂടെ വലുതാക്കി വേണം മുകളിലത്തെ പരത്താൻ വേണ്ടിയിട്ട്. കാരണം നമുക്കത് നന്നായിട്ട് സീല് ചെയ്ത് വെക്കണം. നല്ല വലുപ്പത്തിൽ പരത്തിയെടുക്കുക. പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് പരത്തി ഇതിൻ്റെ സൈഡിലേക്ക് ആക്കി കൊടുക്കണം.
ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പരത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇച്ചിരി ലൂസായിട്ടുള്ള ഡോ ഉണ്ട് നമുക്ക് പരത്താൻ പറ്റും. ഇനി ഇതെല്ലാം എങ്കിൽ കുറച്ച് എണ്ണ പുരട്ടിക്കൊള്ളുക കയ്യിൽ. അപ്പം ഇനി പരത്തുമ്പോഴേക്കും ഇതിനേക്കാളും കുറച്ചും കൂടെ സൈസിൽ വേണം നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തതും കൂടെ പരത്തിയെടുക്കാം. അടുത്തതും പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സൈഡിൽ നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് വേണം ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ പരത്തിയതെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് സീലായിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റും കൂടെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഒന്നും കൂടെ ഇതൊന്ന് പൊങ്ങി വരും. ടവൽ കൊണ്ട് തന്നെ നമുക്ക് മൂടി വെക്കാം. ഈ സമയത്ത് നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രം, ഞാനിപ്പം ഗ്യാസിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ബേക്ക് ചെയ്യാനുള്ള പാത്രം അടുപ്പിലേക്ക് വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നല്ലൊരു കളർ വരാൻ വേണ്ടിയിട്ട് മുട്ടയാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. മുട്ടയുടെ ഉണ്ണി മാത്രം എടുത്താൽ മതി. ഇതിലേക്ക് 1 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിത് എടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡ് പൊങ്ങി പോന്നിട്ടുണ്ട് എങ്കിൽ നന്നായിട്ട് ഇങ്ങനെ ഒന്നും കൂടെ പ്രസ് ചെയ്ത് കൊടുത്തോളുക. ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. മുട്ട കൂട്ടാത്തവരാണ് എങ്കിൽ വെറും പാല് തന്നെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഓവനകത്താണ് ബേക്ക് ചെയ്യുന്നത് എങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 18 മിനിറ്റ്സ് ഒക്കെ മതിയാവും. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. പാത്രം നന്നായിട്ട് ചൂടായിട്ട് കിടക്കുവാണ്. ഇതിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. പാത്രം അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 30 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. 1 മിനിറ്റ് ആയിട്ടാണ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്കിതൊന്ന് തുത്തി നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് മുകളിൽ ഒരു കളറ് വന്നിട്ടില്ല. നന്നായിട്ട് നമുക്കിതൊന്ന് എടുത്തിട്ട്, അപ്പം ഇവിടെ നന്നായിട്ട് കളറ് വന്നിട്ടില്ല, അതുകൊണ്ട് ഞാനിതൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുവാണ്. ഒരു 5 മിനിറ്റും കൂടെ ഇതൊന്ന് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ ഒരു കളറ് നല്ല കിട്ടും. വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്ത് വെളിയിൽ വെക്കാം. ദിൽകുഷ് ഞാൻ പാത്രത്തിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. അതിന് മുന്നേ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് തൂത്ത് കൊടുക്കാം. ബട്ടർ തേച്ച് കൊടുക്കുമ്പോഴേക്കും നല്ലൊരു മയം കിട്ടും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കൊന്ന് മുറിക്കാം. ഓവനിൽ ചെയ്തെടുക്കുമ്പോഴേക്കും ഇതിൻ്റെ മുകളിലൊക്കെ നല്ലൊരു ഗോൾഡൻ കളറിൽ വരും. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.